അപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ശബ്ദം, ധൈര്യം, രണ്ടും തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹം, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈൻ അങ്ങോട്ട് മാറ്റി ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താവായ എത്ര ഇരട്ടിയായിരിക്കും ആരാധകര് നിന്ന് തിരിയാൻ നേരം കിട്ടുമോ? ഇതിപ്പോ ഈ വർഷം ഒരു ഹിന്ദു മത സമ്മേളനത്തിന് ഇവിടെ കിട്ടി, പിന്നെ കൂടിയ കഴിഞ്ഞ കൊല്ലം മറ്റേ പാലക്കാട് ചിന്മയ കിട്ടി, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും പ്രോഗ്രാം തരാം, പണമുണ്ടാകും, ആരാധകരുണ്ടാകും, എവിടെ ചെന്നാലും നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ സത്യം പറയാൻ പ്രയാസം, മനസ്സിൽ തോന്നുന്നു പറയാൻ പറ്റത്തില്ല, നുണ പറയണം. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം ധൈര്യമായി വിളിച്ചു പറയാൻ പറ്റുന്നിടത്ത് മാത്രമേ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പറയുന്നു, മാധ്യമങ്ങൾ ഈ ഭൂരിപക്ഷത്തിൽ ഭയപ്പെട്ടു പോകുന്നതാ, ഈ പൊതുവികാരത്തിൽ, ഈ പൊതു എക്കോസിസ്റ്റത്തിൽ ഭയപ്പെട്ടു പോകുന്നതാ. അത് ഭയപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഭാരതീയനാണ്, ഞാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടാവണം ഹിന്ദു വിശ്വാസികൾക്ക്. അല്ലാതെ 1-ാം തീയതി മാത്രം അമ്പലത്തിൽ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറിയും തൊട്ടിട്ട് തിരിച്ചു പോന്നിട്ട് കാര്യമില്ല. നമ്മുടെ വിശ്വാസം അവിടെ മാത്രം പരിമിതപ്പെടുന്നു. മാസത്തിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നു, ഭഗവാനെയോ ഭഗവതിയോ ഒന്ന് നോക്കുന്നു, എത്തി നോക്കുന്നു, മിനിറ്റുകൾക്കകം തിരിച്ചു പോരുന്നു. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഏറ് കണ്ടിട്ട് നോക്കുന്നു, തിരിച്ചു പോരുന്നു. വിശ്വാസമില്ല മനസ്സിൽ. വിശ്വാസിയാണ്, മനസ്സിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ സനാതന ധർമ്മം നിലനിൽക്കും. അത് നിലനിൽക്കാനൊന്നും പറ്റത്തില്ല, അത് സത്യമാണ്, നിലനിൽക്കും. എങ്കിൽ പോലും സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം വിശ്വാസിയാവുക, ആദ്യം പഠിക്കുക, ആ നന്മയുടെ സന്ദേശം ജീവിതത്തിലൂടെ പകർത്തുക. മാധ്യമങ്ങളൊക്കെ അതേ വഴി വരും. മാധ്യമങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കുക, ഞാൻ അവസാനിപ്പിക്കുന്നത് 2015 നമ്മുടെ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയി, തൊഴിൽ മന്ത്രിയാ, ഗുജറാത്തിൽ പോയി മോദിയെ കണ്ടതിന് പേരിൽ മാപ്പ് പറയേണ്ടി വന്നു. ആ കാലത്തൊന്നത് മാറിയാണ് ഇപ്പൊ മോദിയെ കാണാൻ വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കുക ഇവരൊക്കെ. മുഖ്യമന്ത്രി വരെ പുഷ്പഹാരവുമായി എയർപോർട്ടിൽ പോയി കാത്തിരിക്കുക, കാണാൻ പറ്റും. ഇതൊരു മാറ്റമാണ്. എവിടെയാണ് അന്ന് ചാനലുകളിൽ, ചർച്ചകളിൽ BJP-ക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നോ? മാറിയില്ലേ? ഇന്ന് തുല്യ പ്രാധാന്യം ഉണ്ടായില്ലേ? വിശ്വാസം വിളംബരം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നിടത്താണ് മാറ്റങ്ങൾ വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് നൽകാനുള്ള സന്ദേശം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആർജവം, ഈ സംസ്കാരത്തോടുള്ള നിങ്ങളുടെ കൂറ് നിർഭയം നിരന്തരം വിളിച്ചു പറയുക. അവിടെയാണ് സനാതന ധർമ്മം, നമ്മൾ സനാതന ധർമ്മിയാണ് എന്ന് ലോകം തിരിച്ചറിയുന്നത്. ജയ് ഹിന്ദ്.